കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കൊള്ളയാണ് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ നടന്നത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPM-ന് തന്നെയാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഇന്നലെ കൈ കഴുകി രക്ഷപ്പെടുന്നത് കണ്ടു. വാസ്തവത്തിൽ MV ഗോവിന്ദൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. CPM-നും മുഖ്യമന്ത്രിക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അവരുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഇപ്പൊ ജയിലിലായിരിക്കുന്നത്. കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വിശ്വാസമർപ്പിക്കുന്ന ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചുകൊണ്ടുപോയ അതിന് നേതൃത്വം കൊടുത്ത രണ്ട് CPM നേതാക്കന്മാരാണ് ഇപ്പോൾ അഴിയെണ്ണുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ MLA-യുമായ CPM-ന്റെ പ്രമുഖ നേതാവ് ശ്രീ പത്മകുമാർ. ഈ രണ്ട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ജയിലിൽ പോയിട്ടും ഒരു മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് ദുരൂഹമാണ്. അദ്ദേഹം എന്തുകൊണ്ടൊന്നും പറയുന്നില്ല, എന്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. മാത്രവുമല്ല, ഇനിയും മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് മാധ്യമ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും മന്ത്രിമാരുടെ ഊഴമാണ്. ഇനിയും മന്ത്രിമാർ ജയിലിൽ പോകുന്നത് കാണാൻ നമുക്ക് കാത്തിരിക്കാം. കേരള ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? സ്വർണം കാണുമ്പോൾ ഈ CPM നേതാക്കന്മാരുടെ കണ്ണ് മഞ്ഞളിക്കുകയാണ്. ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് സ്വർണ്ണ കള്ളക്കടത്തായിരുന്നെങ്കിൽ രണ്ടാം പിണറായി ഗവൺമെന്റ് കാലത്ത് ശബരിമലയിലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണം അടിച്ചു മാറ്റുകയാണ്. അപ്പൊ CPM നേതാക്കന്മാർക്ക് സ്വർണമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് വലിയ ഭ്രാന്താണ്. സ്വർണമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് വലിയ താല്പര്യമാണ്. ഈ സ്വർണം അടിച്ചു മാറ്റിയതിൽ മന്ത്രിമാരുടെ കൈകളിലേക്ക് വിലങ്ങ് വീഴണം. മന്ത്രിമാരുടെ കരങ്ങളിലേക്കാണ് വിലങ്ങ് വീഴേണ്ടത്. മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ ഇടപെടൽ വ്യക്തമാകാൻ പോകുന്നു. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെ കൂടി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുകയാണ്. വാസവനെ കൂടി ചോദ്യം ചെയ്യാതെ കാര്യങ്ങൾ വ്യക്തമാവുകയില്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ വലിയ കൊള്ള, നടന്ന ഈ കൊള്ളയിൽ എങ്ങനെ മുഖ്യമന്ത്രിക്ക് മൗനം പാലിക്കാൻ കഴിയും? എങ്ങനെ അദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയും? തന്റെ രണ്ട് പ്രധാനപ്പെട്ട സഹപ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഭരണകൂടത്തിന് എന്താ പറയാനുള്ളത്? മുഖ്യമന്ത്രിക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം തോന്നത്തക്ക നിലയിലുള്ള അന്വേഷണം കൂടുതൽ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് തന്റെ സഹപ്രവർത്തകർ ജയിലിലാകുമ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു?